നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകളിൽ അതിപ്രധാനമായ പൈനൂർ പാടത്ത് ചാലുകുത്തൽ നടന്നു. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലെ പള്ളിയോടം നീറ്റിലിറങ്ങി. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടനെല്ലൂർ അഞ്ചേരിച്ചിറയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ മിനി പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. വാർത്തകൾ വിശദമായി. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകളിൽ അതിപ്രധാനമായ പൈനൂർ പാടത്ത് ചാലുകുത്തൽ നടന്നു. തന്റെ പ്രജകൾക്ക് കൃഷിയിറക്കാൻ അനുമതി നൽകി തൃപ്പയാർ തേവർ പൈനൂർ പാടത്ത് ചാലുകുത്തി. ആറാട്ടുപുഴ പൂരത്തിന്റെ മുന്നോടിയായാണ് തൃപ്പയാർ തേവരുടെ എഴുന്നള്ളത്തും കൃഷിപ്പണിക്കാർക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങായ പൈനൂർ പാടത്തിൽ ചാലുകുത്തും നടക്കുന്നത്. ഈ ചടങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ ഭാഗമായാണ് നടക്കുന്നത്. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തേവർ വലപ്പാട് വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പിനും കോതോളത്തിലെ ആറാട്ടിനും ശേഷം പൈനൂർ പാടത്ത് എത്തിയ അവകാശികളുടെ പറയെടുപ്പിന് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് തേവരുടെ തിടമ്പേറ്റിയ ആന രവിപുരം ഗോവിന്ദൻ 3 തവണ മണ്ണിൽ കൊമ്പ് താഴ്ത്തി. കൊമ്പിൽ പറ്റിപ്പിടിച്ച മണ്ണ് ഭക്തർ പ്രസാദമായി സ്വീകരിച്ചു. തിരികെ മടങ്ങിയ തേവർ രാത്രി രാമൻകുളത്തിൽ ആറാട്ട് നടത്തി. ശനിയാഴ്ച വൈകിട്ട് നിയമവഴിക്ക് ശേഷം സ്വന്തം പള്ളിയോടത്തിൽ തേവർ കിഴക്കേക്കരയിലേക്ക് പുഴ കടക്കും. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലെ പള്ളിയോടം നീറ്റിലിറക്കി. തൃപ്പയാർ തേവരുടെ പടിഞ്ഞാറക്കരയിലെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകൾക്ക് ശേഷം തേവർ സ്വന്തം പള്ളിയോടത്തിൽ കിഴക്കേക്കരയിലേക്ക് കടക്കുന്നതിനാണ് പള്ളിയോടം നീറ്റിലിറക്കിയിരിക്കുന്നത്. 28-ാം തീയതിയായ നാളെ വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്നും സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്ന് കിഴക്കേ നടയിലേക്ക് എത്തിച്ചേരുന്ന തേവർക്ക് മണ്ഡപത്തിൽ ഇറക്കി പൂജ നടത്തും. ചോറ്റാനിക്കര വിജയന്മാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും ഉണ്ടാകും. തുടർന്ന് ഊരാളന്മാരുടെ മനകളിലേക്ക് തേവർ പുറപ്പെടും. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലേറ്റുങ്കര സ്വദേശി വടക്കേടത്ത് വീട്ടിൽ രാജുവിനെയാണ് ആളൂർ SHO KV ഹരിക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ 12-നാണ് രാജുവിന് 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഉത്തരവ് ലംഘിച്ച് കഴിഞ്ഞ ദിവസം ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. കുട്ടനെല്ലൂർ അഞ്ചേരിച്ചിറയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ മിനി പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ലോറി ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുസ്തഫ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെയാണ് സംഭവം. കർണാടകയിൽ നിന്ന് പഞ്ചസാര കയറ്റി വന്ന ചരക്ക് ലോറി പാർക്കിംഗ് ഏരിയയെന്ന് കരുതി ലോറി ഡ്രൈവർ നിർത്തിയിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് മിനി ലോറി വന്നിടിച്ചത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ സൂപ്പർഫാസ്റ്റ് ബസ് ഉൾപ്പെടെ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസിനു പിന്നിൽ പിക്കപ്പ് വാനും അതിനു പിന്നിൽ കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാവിലെ 10:30-യോടെയായിരുന്നു അപകടം. ദേശീയപാതയിൽ അശ്രദ്ധമായി നിർത്തി യാത്രക്കാരെ ഇറക്കിയ KSRTC ബസിനെ മറികടക്കാൻ ശ്രമിച്ച ടോറസ് ലോറിയിൽ ഇടിക്കാതിരിക്കാൻ പുറകിൽ വന്ന സൂപ്പർഫാസ്റ്റ് ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകട കാരണം. സർവീസ് റോഡിലൂടെ പോകേണ്ട KSRTC ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കൊടുങ്ങല്ലൂരിൽ കനോലി കനാലിന്റെ മണൽ ഖനനത്തെ തുടർന്ന് വീട് തകർന്നു. ലോകമല്ലേശ്വരം വയലാറിൽ ഒലവക്കോട് മുസ്തഫ കമാലിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. അപകട ഭീഷണിയെ തുടർന്ന് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബം വീടൊഴിഞ്ഞു പോയിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് വൻതോതിൽ മണലെടുപ്പ് നടക്കുന്നുണ്ട്. വലിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള പ്രകമ്പനവും നീരൊഴുക്കും മൂലമാണ് വീട് പൂർണ്ണമായും വിള്ളൽ വീണ് തകർന്നതെന്ന് ഉടമ പറഞ്ഞു. ആറാട്ടുപുഴ ദേവസംഗമത്തിന്റെ ഭാഗമായി തൃപ്പയാർ തേവർ കാട്ടൂർ പൂരത്തിന് എഴുന്നള്ളി.
തേവരെ വഴിനീളെ നിറമറയും നിലവിളക്കും വെച്ച് ഭക്തർ സ്വീകരിച്ചാനയിച്ചു. വൈകിട്ടത്തെ നിയമവെടി എടത്തിരുത്തിപ്പാടത്ത് നടത്തി. കാട്ടൂർ പൂരം കഴിഞ്ഞ് പുലർച്ചെ തിരിച്ചെത്തിയ തേവർ ബ്ലാഹയിലെ ആറാട്ടിനു ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. കുറുക്കൻകുളത്തിൽ ആറാട്ടും നടത്തി. ഗതാഗതക്കുരുക്കഴിയാതെ തൃശൂർ കുന്നംകുളം റൂട്ടിലെ കേച്ചേരി ജംഗ്ഷൻ. സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം കേച്ചേരിയിൽ പതിവ് കാഴ്ച. ഏതാനും മാസം മുമ്പ് കേച്ചേരി ജംഗ്ഷനിലെ ഒരു കാഴ്ചയാണിത്. നിയമം ലംഘിച്ച സ്വകാര്യ ബസ്സിന് ചോദ്യം ചെയ്ത KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ് കണ്ടക്ടർ റോഡിലിട്ട് തല്ലി. സംഭവത്തിൽ പ്രതിയായ സ്വകാര്യ ബസ് കണ്ടക്ടർ പിന്നീട് അറസ്റ്റിലായെങ്കിലും കേച്ചേരിയിലെ സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ജംഗ്ഷനിലെ വീതി കുറവ് ഒരു കാരണവും. ഇതിനേക്കാൾ കുരുക്ക് രൂക്ഷമാകുന്നത് സ്വകാര്യ ബസ്സുകളും ഇരുഭാഗത്തുനിന്നും ട്രാഫിക് ലൈൻ മറികടന്നെത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഒരു ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് പോവാനാകാത്ത സ്ഥിതിയിലെത്തിക്കുന്നതും. ഇതേ തുടർന്ന് വാഗ്വാദങ്ങളും കയ്യാങ്കളിയും ഇവിടെ പതിവാണ്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൊള്ള സംഘത്തിനെതിരെ സ്ത്രീകൾ ചൂലുമായി തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തി. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൊള്ളക്കെതിരെ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധം അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രമുഖകുമാർ ഉദ്ഘാടനം ചെയ്തു. സുമാ ശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ മുഖ്യപ്രഭാഷണം നടത്തി. പ്രകടനത്തിനു ശേഷം വടക്കേനടയിൽ പൊതുസമ്മേളനവും ചേർന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ലാഭത്തിലല്ല, എല്ലാം തകർത്തെറിയണം. പിന്നെ തകർത്തെറിയാതെ തന്നെ തകർന്നു വീഴുന്ന അപ്പുറത്തൊരു പാലാരിവട്ടം പാലം കൂടി പണിഞ്ഞു വെച്ചുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൊടുക്കേണ്ടുന്ന അവകാശങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ഓണം നേരത്തെ വന്നതുകൊണ്ട് ഓണപ്പരീക്ഷയായിട്ട് പോലും കുട്ടികൾക്ക് പുസ്തകം കിട്ടാത്ത ഒരു കാലഘട്ടമൊക്കെ രൂപപ്പെടുത്തി വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങിപ്പോയി. ആ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങിപ്പോയപ്പോ സത്യസന്ധമായി പറഞ്ഞ എല്ലാവരും പ്രയാസത്തിലായിരുന്നു. ഇടതുപക്ഷം ഭരണത്തിൽ കയറിയാൽ പെൻഷൻ മുഴുവൻ തീർത്തു കൊടുക്കും എന്ന് പറഞ്ഞു. അന്ന് 500 രൂപയായിരുന്നു പെൻഷൻ, 600 രൂപ എന്ന ഇത്രയും കാലഘട്ടത്തിലെ ഈ UDF-ന്റെ ഭരണ ചരിത്രത്തിൽ തന്നെ 100 രൂപ പേപ്പറിലെങ്കിലും കൂട്ടിച്ചേർത്തത് 600 ആക്കി വെച്ചത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്ന സമയത്താണ്. ആ എഴുതി വെച്ചതേ ഉള്ളൂ. 500 അതുവരെ ഉണ്ടായിരുന്നത് 600 പ്ലസ് 100 ഇത് ഉമ്മൻചാണ്ടിയുടെ വക എന്ന പേരിൽ ആവട്ടെ 100 100 അത് കയറ്റി എഴുതി വെച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മാസത്തെ പോലും കൊടുക്കാതെ എഴുതി വെച്ച് അന്ന് മുതൽ ഇറങ്ങിപ്പോകുന്ന അന്ന് വരെയുള്ള 22 മാസത്തെ പെൻഷൻ അവിടെ കുടിശ്ശികയാക്കിക്കൊണ്ട് മടി കൂടാതെ ഇറങ്ങിപ്പോകുന്ന ഒരു UDF-ന്റെ ഭരണ സംവിധാനത്തെ നമ്മൾ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, UDF-ന്റെ ഭരണാധികാരികളുടെ നാടാകെ യാത്ര നടത്തിയപ്പോ നമുക്ക് ഈ കേരളത്തെ വീണ്ടെടുക്കണ്ടേ എന്നാണ് ചോദ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഒറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. 10 വർഷം മുൻപത്തെ ഈ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നെഞ്ചിൽ കൈവച്ച് പറയണം. 10 വർഷം മുൻപത്തെ ഈ കേരളം നമുക്ക് വീണ്ടെടുക്കണം എന്നൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. സന്ധ്യയാകുമ്പോഴേക്കും എന്താ പറയാ, പരപരപ്പാണ് വീടിനകത്ത്. എൽത്തുരുത്ത് ശ്രീവിദ്യ പ്രകാശിനി സഭവക ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവം മാർച്ച് 22 മുതൽ 28 വരെ. ശ്രീവിദ്യ പ്രകാശിനി സഭവക ശ്രീകുമാരൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മീനപ്പൂയ മഹോത്സവം മാർച്ച് 22 മുതൽ 28 വരെ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു. ശ്രീവിദ്യ പ്രകാശിനി സഭ, ശ്രീകുമാര സമാജവും യുവജന സമാജവും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന മഹോത്സവത്തിന് ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രതന്ത്രിമാരായ നാരായണൻകുട്ടി, അനിരുദ്ധൻ, ബിജു സുധി എന്നീ ആചാര്യന്മാർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രത്യാശ നൽകിയത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന അദ്ദേഹം സംസ്ഥാനം ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കാറാണ് UDF-ഉം കോൺഗ്രസ് നേതൃത്വവും ശ്രമിച്ചതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. P. മണി അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായ ഡോക്ടർ R. ബിന്ദു, അഡ്വക്കേറ്റ് VR. സുനിൽകുമാർ, ബിജു S. ചിറയത്ത്, മുൻ MLA KU അരുണൻ, PK ഡേവിസ്, KG ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന വെടിക്കെട്ടിന് അനുമതിയായി. ആറാട്ടുപുഴ ജില്ലാ ഉപദേശക സമിതി ജില്ലാ ഭരണകൂടത്തിന് അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് സമിതി ഹൈക്കോടതിയെ സമീപിച്ചു. സമിതിയുടെ വാദം കേട്ട ഹൈക്കോടതി തൃശൂർ ജില്ലാ ഭരണകൂടത്തിനോട് ആറാട്ടുപുഴ പൂരത്തിന് കരിമരുന്ന് പ്രയോഗത്തിന് അനുമതി നൽകാൻ ഉത്തരവിടുകയായിരുന്നു. മാർച്ച് 29, 30 തീയതികളിൽ നടക്കുന്ന കരിമരുന്ന് പ്രയോഗത്തിനാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ കമ്മിറ്റി ഓഫീസ് വെള്ളിക്കുളങ്ങരയിൽ തുറന്നു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ
KL ജോസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KV പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസിൽ ചേർന്ന എഴുത്തുകാരൻ ബെന്നി താഴേക്കാടന് ചടങ്ങിൽ പാർട്ടി സ്വീകരണം നൽകി. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ 4 സ്ഥാനാർത്ഥികൾ കൂടി മത്സരരംഗത്തുണ്ട്. PSP, ആം ആദ്മി പാർട്ടി എന്നിവരും 2 സ്വതന്ത്രരുമാണ് മത്സരരംഗത്തുള്ളത്. പാലപ്പള്ളി കുണ്ടയിൽ തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാടിക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിൽ തൊഴിലാളിയായ കോട്ടയക്കാരൻ സതീശന്റെ പാടിയിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. പുലർച്ചെയായിരുന്നു സംഭവം. പാടിക്ക് ചുറ്റും നിലയുറപ്പിച്ച ആനകൾ പാടിയുടെ മേച്ചിൽ ഷീറ്റ് തകർത്ത ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സതീശൻ ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 1 മണിക്കൂറിലേറെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആനക്കൂട്ടങ്ങളെ സമീപത്തെ പാടിയിൽ താമസിക്കുന്നവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തോട്ടത്തിലേക്ക് കയറ്റിവിട്ടത്. ഏതാനും ദിവസങ്ങളായി 15ലേറെ ആനകൾ കുണ്ടായി പ്രദേശത്ത് ഭീതി പടർത്തുന്നതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റണമെന്നും വനാതിർത്തിയിൽ വൈദ്യുതി വയൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം അന്തരിച്ച ചലച്ചിത്ര സീരിയൽ നടനും സംവിധായകനുമായിരുന്ന EA രാജേന്ദ്രന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. തൃത്തല്ലൂരിലെ തറവാട്ട് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നാടിന്റെ നാനാതുറകളിൽ പെട്ട നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. KA ഇസ്മയിൽ, CN ജയദേവൻ, C രവീന്ദ്രനാഥ്, KK വത്സരാജ്, ഭാര്യ, സഹോദരനും നടനുമായ മുകേഷ്, സീരിയൽ സിനിമാ താരങ്ങളായ സീമ G നായർ, നിർമ്മാതാവായ അരുൺ ഘോഷ് തുടങ്ങിയവരും എങ്ങണ്ടൂർ ചന്ദ്രശേഖരനും അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകളിൽ അതിപ്രധാനമായ പൈനൂർ പാടത്ത് ചാലുകുത്തൽ നടന്നു. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലെ പള്ളിയോടം നീറ്റിലിറങ്ങി. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടനെല്ലൂർ അഞ്ചേരിച്ചിറയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ മിനി പിക്കപ്പ് വാനിടിച്ച് അപകടം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.